രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിന്റെ ഭജഗോവിന്ദൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് രാധയുടെ പ്രണയം കിട്ടുന്നതാണ്. അതേ കണക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ സർവസ്വവുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അവതരിപ്പിക്കുകയാണ്. ബുധനാഴ്ച ഭജഗോവിന്ദം, വ്യാഴാഴ്ച ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയത്തിൻ്റെ ആവിഷ്കരണമാണ്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ചിലർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ്. അതിൻ്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ 9645333999 വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്തെങ്കിലും അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പറിലേക്ക്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫോൺ നമ്പർ, എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത, ഹിന്ദുക്കൾ അറിയേണ്ടവ, അതേ കണക്ക് രാധികാ കവചം 2 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. 2 കേട്ട് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. എന്നിട്ട് രാധാ സഹസ്രനാമവും ചൊല്ലുക. രാധികാ കവചം 2 എണ്ണം ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ നമ്മളെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ, ഭക്തമീര, നിരവധി ഷോർട്ട് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന, പുതിയ പുതിയ അറിവുകൾ നൽകുന്ന മോർണിംഗ് മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നി രാധാറാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. എന്നെ ആ അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. ആപത്തുകളും രോഗങ്ങളും വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മയ്ക്ക് ജയ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ശ്ലോകം പാടിത്തരുന്നത് ഇതിനകം വെച്ച് ഇനി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നിങ്ങളുടെ പ്രിയങ്കരിയായ അൽബയാണ്. അൽബയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്? ശങ്കരാചാര്യ സ്വാമികളുടെ ആ ശ്ലോകത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ടാണ് നമ്മുടെ അൽബ പാടുന്നത്. അത്രയ്ക്ക് സുന്ദരമാണ് അൽബയുടെ ആലാപനം എന്ന് പറയുന്നത്. എന്താ പറയേണ്ടത്? അഭിനന്ദിക്കാതിരിക്കാൻ വഴിയില്ല. അത്രയ്ക്ക് മനോഹരം, അത്രയ്ക്ക് സുന്ദരം, അത്രയ്ക്ക് സുന്ദരമായിട്ടാണ് നമ്മുടെ അൽബ പാടുന്നത്. അതെ, നാരായണീയവും അൽബ പാടുന്നുണ്ട്, ഭജഗോവിന്ദവും പാടുന്നുണ്ട്, രാധാമാനസ തന്ത്രവും പാടിയിട്ടിട്ടുണ്ട്. അങ്ങനെ രാധേ രാധേ ചാനലിന് പ്രിയപ്പെട്ട അൽബ ഇതാ മനോഹരമായി പാടുകയാണ്. കേട്ടുകൊള്ളൂ, അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം. നളിനീ ധലഗദ ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. അപ്പോൾ നമ്മുടെ അൽബ അത് സുന്ദരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ. നളിനീദളഗദ ജലമതി തരളം തദ്വജീവിത അതിശയ ചപലം. നളിനീദളഗദ ജലമതി തരളം തദ്വജീവിതം അതിശയ ചപലം വിദ്ധിവ്യാധിമാനഗ്രസ്തം വിദ്ധിവ്യാധിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അർത്ഥം എഴുതിക്കൊള്ളൂ. നളിനീദളം അർത്ഥം താമര ഇല. നളിനീദളം താമര ഇല. നളിനീദളഗദ ജലം നളിനീദളഗദ ജലം അർത്ഥം താമര ഇലയിലെ വെള്ളം. താമര ഇലയിലെ വെള്ളം. അതിതരണം അർത്ഥം വളരെ അധികം ഇളകുന്നത്, വളരെ അധികം ഇളകുന്നത്. തദ്വജ്ജീവിതം അതുപോലെ ജീവിതവും. തത്വജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവിതവും. മനസ്സിലായില്ലേ? തദ്വജ്ജീവിതം അതിശയ ചപലം. മനസ്സിലേ? ഈ ജീവിതം അതിശയ ചപലം എന്ന് പറഞ്ഞാൽ അത്യധികം ഇളകുന്നത്, അത്യന്തം ഇളകുന്നത്. വിദ്ധി വിദ്ധി അറിഞ്ഞാലും. വ്യാധ്യഭിമാനം വ്യാധി രോഗം ദുരഭിമാനം എന്നിവയാൽ ഗ്രസ്തം വിഴുങ്ങിയത്. ശോകഹതം ദുഃഖം നിറഞ്ഞത്. ശോക ദുഃഖം ഹതം നിറഞ്ഞത്. അപ്പൊ ശോകഹതം ദുഃഖം നിറഞ്ഞത്. ച കൂടാതെ സമസ്തം മുഴുവനും. സമസ്തം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പിന്നെ മുഴുവനും. അപ്പൊ ഇനി അതിന്റെ അർത്ഥം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? താമര ഇലയിലെ ജലം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്ഥിരതയില്ലാത്ത ഒന്നാണ് ജീവിതവും. രോഗം, മനസ്സിലായില്ലേ? അഹന്ത, ദുരഭിമാനം എന്നിവ കൊണ്ട് നിറഞ്ഞ ഈ ലോകം ദുഃഖമയമാണെന്ന് അറിയുക. അതായത് പിന്നെ ശങ്കരായ സ്വാമി പറയുന്ന എന്താ? താമര ഇലയിലെ ജലം അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരതയില്ലാത്ത ഒന്നാണ് നമ്മുടെയൊക്കെ ജീവിതം.
നമ്മുടെ ജീവിതത്തിൽ ചുറ്റും രോഗമുണ്ട്, അഹന്തയുണ്ട്, ദുരഭിമാനമുണ്ട്. അങ്ങനെ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞ ഈ ലോകം എന്താണ്? ദുഃഖമയമാണെന്ന് അറിയുക. ശ്രദ്ധിച്ചോട്ടെ, താമര ഇലയിലെ വെള്ളം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? താമരയിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, എപ്പോഴും ഓടിക്കളിക്കും. എന്തുകൊണ്ട്? താമര കിടക്കുന്നത് കുളത്തിലോ ഒരു ജലാശയത്തിലോ ആണ്. സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞ് കാറ്റ് പോലും ആ ജലപ്പരപ്പിൽ ഒരു ഓളം സൃഷ്ടിക്കും. ആ ഓളം തട്ടുമ്പോൾ വടക്ക് ദിശയിലിരിക്കുന്ന ജലം ചിലപ്പോൾ കിഴക്കോട്ടൊഴുകും, ചിലപ്പോൾ തെക്കോട്ടൊഴുകും. അപ്പോൾ ഇതിൻ്റെ ഓളത്തിനനുസരിച്ച് താമര ഇലയിൽ പറ്റിയിരിക്കുന്ന വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അപ്പൊ ഇതിനൊരു സ്ഥിരതയില്ല, അല്ലേ? താമര ഇലയിലിരിക്കുന്ന വെള്ളം നമ്മൾ മധ്യഭാഗത്തിരിക്കുന്നത് കണ്ടാൽ ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ അറ്റത്തോട്ട് പോകും, ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ തെക്കേ അറ്റത്തോട്ട് പോകുന്നത് കാണാം. അതിനൊരു സ്ഥിരതയില്ല. ഇതുപോലെ മനുഷ്യന്റെ ജീവിതത്തിനും ഒരു സ്ഥിരതയില്ല. അതിങ്ങനെ ഓടിക്കളിക്കുകയാണ്. ഇന്ന് കാണുന്നവനെ നാളെ കാണണമെന്നില്ല, ഇന്ന് കാണാത്തവന് നാളെ കാണുകയും ചെയ്യും. അതല്ലേ നമ്മള് എന്താണ്, കുഞ്ഞ് ജനിക്കുന്നത്, ഇപ്പൊ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അതിനെ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ചൊവ്വാഴ്ച വരെ കാണുന്നില്ല, പക്ഷെ ബുധനാഴ്ച പ്രസവിച്ചാൽ കാണും. അതാണ് ജീവിതം. ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. നാളെ എന്താണ്, ഇന്ന് കാണാത്തവനെ എപ്പോൾ കാണും? നാളെ കണ്ടെന്നിരിക്കും. അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ഈ ജീവിതം ഒരു സ്ഥിരതയില്ലാത്തതാണ്. ഇത് കാണിക്കാൻ എന്തുകൊണ്ടാണ് താമരപ്പൂവും താമര ഇലയുമൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ തിരഞ്ഞെടുത്തത്? ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പൂക്കളുടെ രാജ്ഞി ആരാണെന്ന് ചോദിച്ചാൽ താമരയാണ്. എന്തുകൊണ്ട്? പൂക്കളുടെ രാജ്ഞി താമരയാണ്. ദേവതകളെല്ലാം ഇരിക്കുന്നത് താമരയുടെ പുറത്താണ്. സാക്ഷാൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നത് എവിടെയാണ്? താമരയുടെ പുറത്താണ്. എന്തുകൊണ്ട്? അതൊരു വലിയ സൂചനയാണ്. കാരണം താമര ചെളിവെള്ളത്തിൽ വളരുന്ന ഒന്നാണ്. താമര ചെളിവെള്ളത്തിലാണ് വളരുന്നത്. ഇത് തെളിഞ്ഞ വെള്ളത്തിൽ അങ്ങനെ വലിയ പാടാ വളരാനായിട്ട്, വളരത്തില്ലെന്നല്ല. അപ്പൊ ഇത് കൂടുതലും ചെളിവെള്ളത്തിനകത്താണ് താമര വളരുന്നത്. പക്ഷേ താമര ഒരിക്കലും അതിൻ്റെ ചെളി നിറഞ്ഞ പാരമ്പര്യത്തെ നോക്കുന്നില്ല. ചെളിക്കുണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും അവൻ എന്തു ചെയ്യുന്നു? സ്വന്തം ശോഭ കൊണ്ട്, സ്വന്തമായ കഴിവുകൊണ്ട്, അവൻ്റെ മനോഹാരിത കൊണ്ട് അവൻ എല്ലാവരെയും ആകർഷിക്കത്തക്കവണ്ണം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ പൂക്കളുടെ രാജ്ഞിയായി മാറിയിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ മറഡോണയൊക്കെ എന്താണ്? ഒരു ചേരി പ്രദേശത്ത് നിന്നാണ് വന്നത്. അവിടുന്ന് വന്ന് ഞാൻ ആ ചേരിയിലാണ് ജനിച്ചത് എന്ന കോംപ്ലക്സിൽ ജീവിക്കാതെ അവിടുന്ന് വന്നാണ് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളായി മാറിയത്. ഇതുപോലെ ചെളി നിറഞ്ഞ സാഹചര്യത്തിലാണ് ആര് നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത്. എന്തൊക്കെയാണ് ചെളികള്? ബന്ധങ്ങള്, ധനങ്ങള്, രോഗങ്ങള്, നിരാശകള് ഒക്കെ നിറഞ്ഞ ചെളിയാണ്. പക്ഷെ ആ ചെളിയിൽ കിടന്നാലും നിനക്ക് താമരയെ പോലെ ശോഭിക്കാനുള്ള കഴിവ് കിട്ടും എന്നും കൂടെ ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യവും കൂടെ ഇവിടെ ഉണ്ട്. താമര ഇലയുടെ പ്രത്യേകത, ഇത് സ്വന്തം ഇലയിൽ പറ്റി നിൽക്കുന്ന വെള്ളം, ആ വെള്ളവും ഇലയും തമ്മിൽ ഒരിക്കലും ഒട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ താമര ഇലയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ ആ വെള്ളവും ഇലയുമായി ഒട്ടില്ല. നമ്മളാകട്ടെ, നമ്മളെന്ന താമര ഇലയില് കിടക്കുന്ന വെള്ളമാണ് ആരെന്ന് പറയുന്നത്? മക്കള്, ഭർത്താവ്, ഭാര്യ, ധനം, പദവി, മനസ്സിലായ? ഇതൊക്കെ നമ്മൾ അതിനോട് ഒട്ടി നിൽക്കും. അങ്ങനെ ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് താമരപ്പൂവിനെ പോലെ ശോഭിക്കാൻ കഴിയാത്തത്. താമര ചെടിയിൽ നിന്നാണ് വളർന്നു വരുന്നതെങ്കിലും അതിന് ഒന്നിനോടും ഒട്ടലില്ല. അതിൻ്റെ ഇലയിൽ കിടക്കുന്ന വെള്ളത്തിന് പോലും ആ ഇലയെ നനയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ പൂക്കളുടെ രാജ്ഞിയായതും അങ്ങനെയുള്ള താമരയുടെ പുറത്തിരിക്കാൻ ദൈവങ്ങൾ പോലും മത്സരിക്കുന്നത്. അപ്പൊ ഹേ മനുഷ്യ, നിന്നെ സംബന്ധിച്ചിടത്തോളം
നീ ചെളിക്കുണ്ടിലാണ്, പക്ഷേ നീ ഒരു താമരയാണ്, നീ അറിയുന്നില്ല. നിനക്ക് താമരയാകണമെങ്കിൽ നീ ഒന്നിനോട് ഒട്ടാതിരിക്കുക. ധനത്തിനോട്, പദവിയോട്, പിന്നെ ആഡംബരത്തിനോട്, ബന്ധങ്ങളോട് ഒന്നിനും ഒട്ടാതിരുന്നാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? താമരപ്പൂ പോലെ ശോഭിക്കാം. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിനക്ക് നിരാശയും ദുഃഖവുമാണ് ലഭിക്കുന്നത്. കാരണം പെർഫെക്റ്റ് വൈഫ്, എല്ലാം തികഞ്ഞ ഭാര്യ, പെർഫെക്റ്റ് വൈഫ്, പെർഫെക്റ്റ് ഹസ്ബൻഡ്, എല്ലാം തികഞ്ഞ ഭാര്യ, എല്ലാം തികഞ്ഞ ഭർത്താവ്, എല്ലാം തികഞ്ഞ ഒരു അമ്മ, അല്ലെ? നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കവിയൂർ പൊന്നമ്മയെ പോലെ തന്നെ സിനിമയിൽ എല്ലാം തികഞ്ഞ ഒരമ്മ, അതേ കണക്ക് എല്ലാം തികഞ്ഞ ഒരച്ഛൻ, എല്ലാം തികഞ്ഞ ഒരു കൂട്ടുകാരൻ, എല്ലാം തികഞ്ഞ മക്കള്. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങളാകട്ടെ എല്ലാം തികഞ്ഞ ഒരു വൈഫിനെയാണ് ആഗ്രഹിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് നിരവധി സ്വപ്നങ്ങളാണ്. എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും അത് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നും. കാരണം ജീവിതത്തിൽ പെർഫെക്ഷൻ എന്നൊന്നില്ല. അതുപോലെ നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഓപ്പോസിറ്റ് സെക്സിനോട് നിങ്ങൾക്ക് കാമം തോന്നും, ആ കാമത്തിലൂടെ സന്തോഷം കിട്ടുമെന്ന് തോന്നും. പക്ഷേ ഈ കാമത്തിലൂടെ സന്തോഷം കിട്ടാൻ വേണ്ടി അടുക്കുന്ന നിങ്ങൾക്ക് കുറച്ചു ദിവസം അടുപ്പിച്ച് ആ സുഖം കിട്ടുമ്പോൾ മടുക്കും, പിന്നെ നിരാശയായി പോയി. ഒരു കൊച്ചു ജനിക്കുമ്പം നമുക്ക് തോന്നും സ്വർഗത്തിലാണെന്ന്. പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ വളർന്നു വന്നിട്ട് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവൻ പ്രതികരിക്കുന്നില്ല. നമ്മുടെ അഭിപ്രായം കേൾക്കാതെ പോകുമ്പോൾ നമുക്ക് ദുഃഖം വരും. പിന്നെ നമ്മൾ കണക്ക് പറയാൻ തുടങ്ങും, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്, എന്നിട്ട് അവൻ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ ഒട്ടലാണ്, അവനിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ കുഞ്ഞ് ജനിച്ചപ്പോഴോ നിങ്ങളുടെ വിചാരം ഇവനിൽ നിന്ന് എനിക്കിനി എന്നും സന്തോഷമാണ്. പക്ഷെ അവൻ വളർന്ന് നമ്മുടെ പറയാതെ, നമ്മൾ പറയുന്നത് കേൾക്കാതെ പോകുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തായി മാറി? നിരാശ, അല്ലെങ്കിൽ എന്താണ്? ദുഃഖമായി മാറി. അതല്ലേ ചിലപ്പം ചില അമ്മമാരും അച്ഛന്മാരും പറയത്തില്ലേ, ഇവനെ ജനിപ്പിച്ച സമയത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു, 10 കൊലയെങ്കിലും വന്ന് പഴമെങ്കിലും വെട്ടി തിന്നാമായിരുന്നു. കണ്ടോ? ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. കുഞ്ഞ് ജനിച്ചപ്പോൾ, കാരണം എന്തുകൊണ്ട്? കുഞ്ഞ് ജനിച്ചപ്പോൾ നിങ്ങൾ കുഞ്ഞിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. അവർ നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മളെ അവർ സംരക്ഷിക്കും, അതിൻ്റെ പേരിൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചു, അതിൻ്റെ പേരിൽ നമ്മൾ വളർത്തി, നമ്മൾ മക്കളുമായിട്ടൊട്ടി. നമ്മൾ വിചാരിച്ചു ഇവനൊരു പെർഫെക്റ്റ് മകനാണെന്ന്. പക്ഷെ അവൻ നമ്മളെ ധിക്കരിച്ചു കഴിയുന്നതോടുകൂടി നമ്മൾ ആകെ തകർന്നു പോയി, നമുക്ക് അങ്ങേയറ്റം ദുഃഖകരമായിട്ട് മാറി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാചകം ഒരു പിതാവ് പറഞ്ഞു പോകുന്നത്. കാരണം ഇവനേക്കാൾ ഭേദമാണ് വാഴ. കാരണം വാഴ ഒന്നുമില്ലെങ്കിൽ ഒരു പഴമെങ്കിലും തിന്നാൻ കിട്ടും അതിനെ വളർത്തിയാൽ. ഇവനിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതേ കണക്ക് നിങ്ങൾ ഈ തേച്ചു മിനുക്കിയ ശരീരത്തിനോടൊട്ടും. നിങ്ങൾക്ക് മനസ്സിലായ? താമര എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി വന്നിരിക്കുന്നത്? താമര അതിൻ്റെ ഇലയിൽ വീണ വെള്ളത്തിൽ പോലും ഒട്ടുന്നില്ല. പക്ഷെ നമ്മളാകട്ടെ ഈ ശരീരത്തോട് പോലും അങ്ങ് ഒട്ടുകയാണ്. ഈ ശരീരം നന്നായിരിക്കണം, അതിനെ മിനുക്കാൻ വേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകും. മുഖത്തൊരു കുരുപ്പ് വന്നു തുടങ്ങിയാൽ നമുക്ക് ടെൻഷനായി, ഭയങ്കര വിഷമമായി. മുടി പൊഴിഞ്ഞു തുടങ്ങിയാൽ പിന്നെ പറയണ്ട, ഇല്ലേ? അയ്യോ എൻ്റെ മുടി മൊത്തം പൊഴിയുന്നടേ, കുന്നുപോലെ പോകുന്നടേ. കണ്ടില്ലേ? നിങ്ങളുടെ ശരീരത്തോടൊട്ടുമ്പോൾ ഈ ശരീരം പോലും നിങ്ങൾക്ക് ദുഃഖമാകരുത്. ഈ ശരീരം പോലും. മുഖത്തൊരു കുരുപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖമായി, മുഖത്ത് കറുത്ത പാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖമായി കഴിഞ്ഞു, മുടി പൊഴിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾക്ക് ദുഃഖമായി കഴിഞ്ഞു. അതിന് ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഭസ്മം ധരിക്കാൻ പറയുന്നത്. എന്തുകൊണ്ട്? ഒരു നാൾ നിന്റെ ഈ ശരീരം ഭസ്മമായി മാറേണ്ടതാകുന്നു. അതിനാൽ ഇതിനോട് നീ ആസക്തി വെച്ച് പുലർത്തരുതേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നെറ്റിയിൽ ഭസ്മം ധരിക്കാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഭസ്മവും ഇട്ടുകൊണ്ട് മുടി പൊഴിയുന്നല്ലോ, അയ്യോ ഇവിടൊരു പാട്, ഇനിയിപ്പോ അതൊരു വൃത്തികേടാണല്ലോ, എന്നിട്ട് ഈ ഭസ്മവും ഇട്ടുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോകും ഫേഷ്യൽ ചെയ്യാൻ. കാര്യം മനസ്സിലായ?
പക്ഷെ ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ചെയ്യാം. ഇതൊന്നും ശാശ്വതമല്ല, എപ്പോഴും നശിക്കേണ്ടതാണ്. തൽക്കാലം ജീവിക്കുന്നു, ഉള്ള സമയം നല്ലതുപോലെ അഴകിൽ ഓടിപ്പോട്ടെ എന്ന ചിന്തയിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒട്ടിക്കൊണ്ടാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എന്തായി മാറും? ദുഃഖകരമായി മാറും. ഇനി ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് എന്താണ്? നോക്കൂ, നിങ്ങൾ ചെളിക്കുഴിയിലാണ്. നിങ്ങളുടെ 4 വശത്തും ആരാണ് നിൽക്കുന്നത്? രോഗങ്ങളും അഹന്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ ആപത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഭൂമിയുടെ അടിത്തട്ടിൽ അഗ്നിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അഗ്നിയുടെ ചൂടില് അതിനകത്ത് കിടക്കുന്ന പാറകളും മറ്റു ലോകങ്ങളുമൊക്കെ ഉരുകി തിളച്ചു മറിഞ്ഞു കിടക്കുകയാണ്. അതിൽ നിന്ന് വരുന്നതാണല്ലോ അഗ്നിപർവ്വതമൊക്കെ. അപ്പൊ ഈ ഭൂമിക്കടിയിൽ അതിനകത്ത് അഗ്നിയാണ്, പാറയെപ്പോലും ഉരുക്കുന്ന അഗ്നി. ആ അഗ്നിയിൽ പാറയും മറ്റു ലോകങ്ങളും ഉരുകി തിളച്ചു മറിഞ്ഞു കിടക്കുന്ന, അതിനെ ലാവ എന്ന് പറയും. ഒന്ന് പിളർന്നാൽ ആ ഭൂമിക്കടിയിൽ നിന്ന് ഈ ചുടു ദ്രാവകം മേപ്പോട്ട് വന്നാൽ പിന്നെ ഉള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേ. പിന്നെ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ അത് പൊട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കേ. അപ്പൊ ഭൂമിക്കടിയിൽ ആപത്താണ്. തീക്കുണ്ടത്തിന്റെ പുറത്താ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ തീക്കനല്, അതിന്റെ പുറത്തൊരു പലക ഇട്ടിരിക്കുന്ന, അതിന്റെ പുറത്ത് നിൽക്കുക. നമ്മൾ അറിയുന്നില്ല ഇതിന്റെ അടിയിൽ തീയാണെന്ന്. ഈ പലക ദ്രവിച്ച് കുറെ കഴിയുമ്പോൾ ചൂടടിച്ചാൽ കാല് മൊത്തം പൊള്ളിപ്പോകും. അതുപോലെ ഭൂമിക്ക് മുകളില് നമ്മൾ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയും. ആസ്റ്ററോയിഡ്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്റ്ററോയിഡ്സ്. അപ്പൊ ഭൂമിക്ക് മുകളിൽ ആകാശത്തുള്ള ഈ ആസ്റ്ററോയിഡ്സിൽ ഒരെണ്ണം തകർന്നു വീണാൽ മതി. ഒരെണ്ണം, ഒരു കൊച്ചു ഗ്രഹം തകർന്നു വീണാൽ ബാംഗ്ലൂർ സിറ്റിയെ പോലെ അത്രയും വലിപ്പമുള്ള ഒരു സിറ്റി ഉണ്ടല്ലോ, അതുപോലത്തെ 2ഉം 3ഉം സിറ്റികള് ഒറ്റയടിക്ക് ഭസ്മമായി പോകും. അവിടെ പിന്നെ ഒരു പുൽക്കൊടി പോലും കാണത്തില്ല. ആലോചിച്ച് നോക്കേ, ഭൂമിയുടെ അടിയിൽ തീ പാറ തിളച്ചു മറിഞ്ഞ് കിടക്കുന്ന, പൊട്ടിപ്പോയാൽ ഇവൻ പുറത്തോട്ട് വരും. മേളിൽ ചിഹ്നഗ്രഹങ്ങളാണ്. ഒരെണ്ണം തകർന്നാൽ മതി, ഒരൊറ്റ ആസ്റ്ററോയിഡ് തകർന്നാൽ മതി. വലിയ നഗരങ്ങളെല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഭസ്മമാകും. വലിയ കെട്ടിടങ്ങളെല്ലാം എന്താണ്? നിലം പറ്റിക്കിടക്കും. ഇനി ഈ ഭൂമിയിലോ? ഭൂമിക്ക് അടിയിലത്തെ കാര്യം പറഞ്ഞു, ഭൂമിക്ക് മുകളിലത്തെ കാര്യം പറഞ്ഞു. ഇനി ഭൂമിയിലോ? നിരവധി രോഗാണുക്കളില്ലേ, നിരവധി വൈറസുകള് അല്ലേ? അതേ കണക്ക് രോഗം പരത്തുന്ന കൊതുകുകള്, കോവിഡ് ബാധ. നമ്മൾ കണ്ടില്ലേ, കോവിഡ് ഒരു വൈറസ് ആണ്. ആ സമയത്ത് നമുക്കൊന്നും ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും അനുവാദമില്ലാതെ എത്ര നാള് നമ്മൾ ജീവിച്ചു? മാസ്ക് ഇട്ടുകൊണ്ട് വേണം നടക്കാൻ. സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ രോഗ അണുക്കളാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ശങ്കരാചാര്യ സ്വാമികള് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? നമ്മൾ നിൽക്കുന്ന ഭൂമിക്കടിയിൽ ആപത്ത് ലാവ, തലയ്ക്ക് മുകളിൽ ആസ്റ്ററോയിഡ് ചിഹ്നഗ്രഹം തകർന്നു പോയാൽ നമ്മുടെ വെടി തീർന്ന്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോണം, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് രോഗാണുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് സുഖം നേടുന്ന നിന്നെ മൂഢാന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? ആലോചിച്ചോക്കെ, മൂഢാന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? ഇതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കും പോലെ അല്ലേ? കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ നേടുന്നു. പാമ്പിന്റെ വായ്ക്കകത്ത് മാക്രി ഇരിക്കുക, അടച്ചാൽ അപ്പ തീർന്ന്. അതറിയാതെ അവിടെ ഇരുന്നു കൊണ്ട് ഇര പിടിക്കാൻ നോക്കുന്നവൻ മൂഢനല്ലേ? ഇതുപോലെ ഭൂമിക്കടിയിലാപത്ത്, മേളിലാപത്ത്, ഇവിടെയും ആകത്ത്. പിന്നെ ബന്ധങ്ങളിൽ നിന്നൊക്കെ നിരാശ, സങ്കടം, ദുഃഖം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ഭൂമി നിങ്ങൾക്ക് ഹാപ്പിയും ഓഫർ ചെയ്യുന്നില്ല, അൺഹാപ്പിയും. അതായത് ഈ ഭൂമി നിങ്ങൾക്ക് സന്തോഷവും തരുന്നില്ല, സങ്കടവും തരുന്നില്ല. നിങ്ങളുടെ സങ്കല്പത്തിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്.
നിങ്ങളുടെ സങ്കല്പത്തിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് സമീപിക്കുകയാണ് 1000 രൂപ ചോദിക്കാൻ. എന്നിൽ നിന്ന് അത് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ യഥാർത്ഥത്തിൽ പൈസ ഇല്ല, ഞാൻ പറയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇപ്പം, അതോടുകൂടി നിങ്ങൾ നിരാശയായി. ആ നിങ്ങളുടെ നിരാശയ്ക്ക് ഞാനല്ല ഉത്തരവാദി, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? ദുഃഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു, താമര ഇലയിൽ വീണ ജലം പോലെ, അല്ലേ? താമര ഇലയിൽ വീണ ജലം ഒരിടത്ത് സ്ഥിരമായിരിക്കുന്നില്ല, ഓടിച്ചാടി കളിക്കുന്നു. പിന്നെ സൂര്യന്റെ നല്ല വെയിലടിക്കുമ്പോൾ അവൻ അപ്രത്യക്ഷവുമാകുന്നു. അതുപോലെ മനുഷ്യ, നീയും ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ഒരു ദിവസം നീ അപ്രത്യക്ഷമാകുന്നു. ഈ ഭൂമിയിലെ ഓരോ വസ്തുക്കളിൽ നിന്നും നീ സുഖം പ്രതീക്ഷിക്കുന്നു. നിനക്ക് ഈ ഭൂമിയിലെ ഓരോ വസ്തുവിൽ നിന്നും ഒരു സ്വല്പം സുഖം കിട്ടും. അത് കഴിയുമ്പോൾ ഈ സുഖം തന്നത് തന്നെ നിനക്ക് ഏതായി മാറും? ദുഃഖകരമായി മാറും. അങ്ങനെ 4 ചുറ്റും രോഗവും അഹന്തയും ഒട്ടലും ഇതെല്ലാം കൂടെ ചേർന്ന് മനുഷ്യനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് മൂഢ ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമയേ. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമയേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, നഹി നഹി രക്ഷതി ദുരുല്ലകരണേ. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമയേ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹാം.